വ്യവസായ വിവര സാങ്കേതിക വിദ്യ വകുപ്പ് മന്ത്രി. സർ, വളരെ ദീർഘമായി പറയുന്നില്ല സർ. ഇവിടെ ഈ ബഡ്ജറ്റ് ധനകാര്യമന്ത്രി മുഖ്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റ് ഒരു വിഷൻ ഡോക്യുമെൻ്റാണ്. നമുക്കറിയാം, ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വരുമാനത്തിൻ്റെ ഏതാണ്ട് 80% നമ്മൾ നിത്യാവശ്യങ്ങൾ നിദാന ചെലവുകൾക്കും പലിശക്കുമൊക്കെ ആയിട്ട് ശമ്പളത്തിനുമൊക്കെ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി വ്യത്യസ്തമായ പാതയിൽ സഞ്ചരിക്കാതെ തരമൊന്നുമില്ല. സർ, കയ്യിൽ പണം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ എല്ലാവരും വളരെ അംബീഷ്യസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നടത്തിക്കൊണ്ടുപോകാൻ കഴിയുള്ളൂ. സത്യത്തിൽ നമുക്ക് കാര്യമായ പണം എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യാനോ ആളോഹരി വരുമാനം കൂട്ടാനോ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ ആണെങ്കിലും സ്കൂൾ എഡ്യൂക്കേഷൻ ആണെങ്കിലും സ്റ്റാൻഡേർഡ് പറയും എന്തിനും ഏതിനും പണം ആവശ്യമുണ്ട്. പക്ഷേ നമ്മുടെ കയ്യിൽ അതില്ല എന്നുള്ളതാണ് വസ്തുത. വേണ്ടത്ര ഇല്ല. വരുമാനത്തിൻ്റെ 80% പോവുക. പണ്ടൊക്കെ ആണെങ്കിൽ പല ടാക്സ് മാർഗങ്ങളായാലും ഇപ്പോൾ അതും പറ്റില്ല. ഒക്കെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ലോൺ എടുക്കാൻ പോലും പറ്റില്ല. സർ, കേരളം ഒരു സ്റ്റാഗ്നൻ്റായി പോവാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അല്പം വ്യത്യസ്തമായ മാർഗത്തിൽ നമ്മൾ സഞ്ചരിക്കേണ്ടി വരും. സർ, ആ ചാലഞ്ച് എടുക്കണം എന്നുണ്ടെങ്കിൽ ഔട്ട്ലുക്ക്, നമ്മുടെ ഒരു വീക്ഷണം എല്ലാവരുടേതും അല്പമൊക്കെ ഒന്ന് മാറ്റേണ്ടി വരും. ഞാൻ പ്രതിപക്ഷത്തെ ഒന്നും ഉദ്ദേശിച്ചല്ല പറയുന്നത്, അല്ലെങ്കിൽ വളരെ ഓർത്തഡോക്സായിട്ട് ചിന്തിക്കുന്ന പിന്നെ ഐഡിയോളജിയിൽ വരിഞ്ഞ് മുറുക്കപ്പെട്ട സ്ഥിതിയെപ്പറ്റിയൊന്നുമല്ല. നമ്മളെല്ലാവരും മാറേണ്ടി വരും. അല്ലെങ്കിൽ വലിയ സ്റ്റാഗ്നൻ്റായി പോവും. ഈ സ്റ്റേറ്റ് ദരിദ്രമായി പോവും. ആളോഹരം വരുമാനം ഇനിയും കുറയും. സർ, ഇവിടെ ഈ കഴിഞ്ഞു പോയ ദശകങ്ങളിലൊക്കെ വലിയ റെമിറ്റൻസ് വിദേശത്തേക്ക് നമ്മൾ തന്നെ കയറിപ്പോയതുകൊണ്ട്, ഹ്യൂമൻ എക്സ്പോർട്ട് കൊണ്ട് ആളുകൾ പുറത്തേക്ക് പോയതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ട് പിടിച്ച് നിന്നത്. പക്ഷേ ഇന്ന് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഗ്ലോബലി അതിൻ്റെ ഒരു സ്ഥിതി എന്താണ് എന്നുള്ളത്. സർ, അപ്പോൾ നമ്മൾ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നോക്കണം. സർ, ദുബായ് ഒരു ഉദാഹരണമാണ്. അവർക്ക് എണ്ണ പറ്റി, പിന്നെ ആകെ ഉണ്ടായിരുന്നത് ഒരു പോർട്ടാണ്. ആ പോർട്ട് വെച്ച് നല്ല വിഷൻ ഉണ്ടായതുകൊണ്ട് അവിടെ വലിയ ഡെവലപ്മെൻ്റ് ഉണ്ടായി. സർ, എന്താ ഉള്ളത്? അവിടെ വെതറുണ്ടോ? കേരളത്തിൻ്റെ മാതിരി ഇല്ല. ചൂടാണ്. തണുപ്പാണെങ്കിൽ തണുപ്പ്, ചൂടാണെങ്കിൽ ചൂട്. പക്ഷേ ടൂറിസ്റ്റുകൾ വരുന്നു. ആകെയുള്ള കുറച്ച് ഒരു പോർട്ട് പോലത്തെ അടിസ്ഥാന സൗകര്യ വ്യവസായം കൊണ്ട് വേൾഡിലെ ഏറ്റവും വലിയ ട്രേഡ് സെൻ്ററായി സ്റ്റേറ്റ് മാറി. ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു. ഇതുപോലെ മാറാൻ കഴിയും നമുക്ക്. ഇതുപോലെ ചേഞ്ച് ചെയ്ത് അതിനേക്കാൾ എത്രയോ വലിയ സൗകര്യം, അതിനേക്കാൾ കാലാവസ്ഥ, പ്രകൃതി ഭംഗി, വനത്തിന് വനം, നദികൾക്ക് നദി, തീരങ്ങൾക്ക് തീരം എല്ലാമുള്ള ഒരു സ്റ്റേറ്റ്. പക്ഷെ പിന്നെ എന്തുകൊണ്ടാണ് സർ നമുക്ക് പറ്റാത്തത്? അല്പം വ്യത്യസ്തമായ മാർഗത്തിൽ നമ്മൾ സഞ്ചരിക്കണം. അതിനുള്ളൊരു വിഷൻ ഈ ഡോക്യുമെൻറ്റിൽ ഉണ്ട്. എല്ലാവരും സഹകരിച്ചാൽ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ നമ്മളെ കുട്ടികളെ അനുഭവിക്കും. സർ, ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ മേഖല, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ തന്നെ ഇപ്പോൾ പ്രയോജനമില്ലാത്ത സ്ഥിതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ആധുനികവൽക്കരിക്കുകയും ഒരു കാപ്പബിലിറ്റി ലോകത്ത് ഇന്നുള്ള ടെക്നോളജിക്ക് അനുസരിച്ച് എംപ്ലോയബിളായ അല്ലെങ്കിൽ എൻ്റർപ്രണേഴ്സ് ആവാൻ പറ്റുന്ന നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡൈസേഷൻ ആവശ്യമാണ്. അതിന് സ്റ്റാൻഡേർഡൈസേഷന് വേണ്ടിയുള്ള നടപടികൾ എടുക്കണം. പരിഷ്കാരം വേണ്ടി വരും. അപ്പോൾ യൂണിവേഴ്സിറ്റികളിൽ പരിഷ്കാരം വരും. അവിടെ തൊടാൻ പാടില്ല. അവിടെ പൊളിറ്റിക്സാണ്. എങ്കിൽ പിന്നെ നമ്മൾ മുടിഞ്ഞു പോവുകയുള്ളൂ. യാതൊരു സംശയവും വേണ്ട. യൂണിവേഴ്സിറ്റി കടക്കാൻ പാടില്ല. അതിനകത്തേക്ക് പോകാൻ പാടില്ല. ഒരു പരിഷ്കാരം പാടില്ല. അവിടെ എല്ലാം കൂടി നമ്മളങ്ങ് വാഴുകയാണ്. പക്ഷെ അങ്ങനെ ആയാലും എന്താ ചെയ്യുക?
അപ്പോൾ അതുകൊണ്ട് പരിഷ്കാരം എല്ലാ രംഗങ്ങളിലും ആവശ്യമാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് വരണം, അപ്പോഴേ എംപ്ലോയ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. ഇൻവെസ്റ്റ്മെൻറ്റ് വരണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ടൂറിസം വികസിക്കണം എന്നുണ്ടെങ്കിൽ ടൂറിസം കൾച്ചർ വേണം, ടൂറിസം ആളുകളുടെ അപ്രോച്ച് മാറണം, ഗവൺമെൻറ് അപ്രോച്ച് മാറണം. അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നാലല്ലാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു രക്ഷയില്ല. സാറ് ഇപ്പോൾ ടെക്നോളജി നമുക്കറിയാം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമായി. ടെക്നോളജി വളരെ സഹായകരമാണ് നമുക്ക്. ഇപ്പം ഞാൻ പറയുമ്പോൾ IT മിഷനെ AI ഫ്യൂച്ചർ ടെക്നോളജി മിഷൻ എന്ന് ആക്കി പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ. അതിനൊരു പബ്ലിസിറ്റി കിട്ടിയപ്പോൾ തുരുതുരാ വരികയാണ് കുട്ടികൾ ഓരോരോ ആശയം കൊണ്ട്, പുതിയ ആശയം കൊണ്ട്, പുതിയ സ്റ്റാർട്ടപ്പും കൊണ്ട് വരികയാണ്. പക്ഷെ അവർക്ക് വേണ്ട പോലെ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഇൻസെൻറ്റീവ് കൊടുക്കാനും കൈപ്പെടില്ല. കർണാടക വലിയ പാക്കേജാണ് കൊടുക്കുന്നത്. തമിഴ്നാടിന് അവർക്ക് ഒരുപാട് വരുമാനമുണ്ട്, അതുകൊണ്ട് അവർക്കൊക്കെ വലിയ ഇൻസെൻറ്റീവും പാക്കേജും ഒക്കെ കൊടുക്കാൻ കഴിയും. നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ല, കാശില്ല. ഞാൻ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് കുറച്ചധികം പണം വെച്ച് തന്നു. എന്താ കാര്യം, ഇങ്ങനത്തെ സ്റ്റാർട്ടപ്പിന് പാക്കേജ് കൊടുക്കാൻ. അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ചെറുകിട വ്യവസായങ്ങൾക്ക് ഇങ്ങോട്ട് വരാനുള്ള സ്കോപ്പ് കൂടുതൽ ഉയർത്താനാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിക്ഷേപം ധാരാളം വരും. പക്ഷേ നിക്ഷേപത്തിന് ഓപ്പണപ്പ് ചെയ്യുമ്പോൾ വളരെ യാഥാസ്ഥിക മനോഭാവത്തോടു കൂടി അത് പറ്റൂല, ഇത് പറ്റൂല എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും? അങ്ങനെ പറയുന്ന സ്ഥിതിയൊന്നും മതിയാക്കി കേരളത്തെ രക്ഷപ്പെടാനുള്ള മാർഗത്തിൽ റൂട്ടിലേക്ക് കയറ്റി, ഞാൻ അത്ര ഇപ്പോൾ പറയും, ഡീറ്റെയിൽസിലേക്ക് പോകില്ല, കയറ്റി നിർത്തിയില്ല എങ്കിൽ നമ്മൾ വളരെ സ്റ്റാഗ്നൻ്റ് ആവും. ഇവിടെ 80% വരുമാനം പോയി കഴിഞ്ഞ് 20% കൊണ്ട് എന്ത് ചെയ്യാനാണ് ഈ സ്റ്റേറ്റ്? കുറച്ച് കഴിയുമ്പോഴേക്ക് പലിശ കൂടി അതും ഇല്ലാതാവും, ശമ്പളം വരെ മുടങ്ങും. അതുകൊണ്ട് നിക്ഷേപം എല്ലാ മേഖലയിലും വരണം. ഇപ്പോൾ ബഡ്ജറ്റിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. അതുപോലെ തന്നെ പുതിയ ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മാറ്റങ്ങൾ വരണം. ആ മാറ്റത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് നിന്നില്ല എങ്കിൽ ഗൾഫ് മേഖലയിൽ, അതുപോലെ തന്നെ പിന്നെ യൂറോപ്പിൽ, യൂറോപ്പിൽ അവർക്ക് തന്നെ ഇല്ല. അമേരിക്കയിലാണെന്നുണ്ടെങ്കിൽ അറിയാം, അമേരിക്ക ഫസ്റ്റാണ്. ഇനി ട്രംപ് മാറിയാലും പിന്നെയും കൂടുകയുള്ളൂ. ഗൾഫ് മേഖലയിലാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ത്രെഡുണ്ട്. അപ്പോൾ നമ്മൾ മലയാളികൾക്ക് തനതായി ഉള്ള ശക്തി ഇനി നമ്മൾ പുറത്തെടുത്തില്ല എങ്കിൽ വരുന്ന ജനറേഷൻ വലിയ പ്രശ്നത്തിലേക്ക് പോകും. അതുകൊണ്ട് വ്യവസായ വകുപ്പിനെ തന്നെ കാണേണ്ടത്, നമ്മളെ സംബന്ധിച്ച് എല്ലാ വകുപ്പുകളും പരിഷ്കരിക്കുന്ന രീതിയിൽ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമ്മൾ മാറാനുള്ള, അവിടെയൊക്കെ നിക്ഷേപം, അതാണ് ഈ ബഡ്ജറ്റ് ഡോക്യുമെൻറ്റിൽ വെച്ച വിഷയം. അത് ഉണ്ടാവണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇവിടെ 1-2 ചെറിയ സംശയങ്ങൾ. ഇപ്പോൾ കരിമണൽ ഇനി ഒരിക്കലും തന്നെ പ്രൈവറ്റിന് മൈൻഡ് ചെയ്യാൻ കഴിയില്ല. വെറുതെ വാർത്ത വരികയാണ്. കരിമണൽ ഖനനം സ്വകാര്യ മേഖലയിൽ ഇനി പറ്റൂല, അത് റിസർവ്ഡ് ഫോർ പബ്ലിക്. അതുകൊണ്ട് അങ്ങനെ ആലപ്പുഴ തീരദേശത്ത് കരിമണൽ തൊടാനുള്ള പരിപാടി ഈ ഗവൺമെൻറ്റിനില്ല. ഞാനത് വ്യക്തമാക്കി പറഞ്ഞു, ആവശ്യമില്ല. ഇപ്പോൾ ഈ മിനറൽ കോംപ്ലക്സ് എന്നൊക്കെ പറഞ്ഞത്, ഇപ്പോൾ മോണോസൈറ്റ് ക്രാക്കിംഗ് എന്നുവെച്ചാൽ അവിടെ ഒരുപാട് അവശിഷ്ട വസ്തുക്കൾ കാലാകാലമായി അസംസ്കൃത വസ്തുക്കൾ കുഴിച്ചിട്ടുണ്ട്. അതെടുത്തിട്ട് അതിൽ നിന്ന് മോണോസൈറ്റ് ക്രാക്കിംഗ് ആണ്. ഞങ്ങൾ പരിപാടി ഇട്ടതല്ല, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നടന്ന സംഭവങ്ങളാണ്. അന്ന് അത് സംബന്ധിച്ച് ഒരുപാട് പ്രൊപ്പോസൽസ് കഴിഞ്ഞ ഗവൺമെൻറ് കിട്ടിയത് അവർ പ്രോസസ്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്റ്റേജ് വെച്ചിട്ടാണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി മിനറൽ കോംപ്ലക്സ് പറഞ്ഞത്. ഇപ്പോൾ മോണോസൈറ്റ് ക്രാക്കിംഗ് നടത്തുമ്പോൾ കുറേ സാധനങ്ങൾ കിട്ടും. അതിൽ നിന്ന് കിട്ടുന്ന സാധനം കൊണ്ട് ഇപ്പോൾ ഫ്യൂച്ചർ മെറ്റൽ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ വിലപ്പെട്ട വസ്തു എന്ന് പറയുന്ന പെർമനൻറ്റ് മാഗ്നറ്റ് ഉണ്ടാക്കാം. സാർ, അങ്ങ് സ്വകാര്യ മേഖലയ്ക്ക് ഇത് കൊടുക്കില്ല എന്ന് പറയുന്നത് സന്തോഷകരമായ കാര്യം. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ഒരു ടെൻഡർ കൊടുത്തിട്ടുണ്ട് ഈ ധാതുക്കൾ ഖനനം ചെയ്യാൻ വേണ്ടി. അത് നമ്മുടെ ആലപ്പുഴയുടെയും കൊല്ലത്തിൻ്റെയും തിരുവനന്തപുരത്തിൻ്റെയും, ഒരു കൊല്ലത്തിൻ്റെ ആലപ്പുഴയുടെ ഭാഗങ്ങൾ ചേർന്നാണ്. അതിലാണ് ഞങ്ങളുടെ ആശങ്ക.
കേന്ദ്ര ഗവൺമെൻറ് സ്വകാര്യ കമ്പനികൾക്ക് ഇത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മളെന്തെങ്കിലും നിലപാട് സ്വീകരിക്കും, അത് ഞാൻ ചോദിച്ചു. അതാണ് ആ സംശയങ്ങൾ നിവൃത്തി വരുത്താനാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് KMMൽ ഒരു ബോർഡ് പാസ്സാക്കി ഒരു MOU ഒപ്പിടാൻ വേണ്ടി തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. പ്രൈവറ്റ് അതിലൊരു പ്രൈവറ്റ് ഉണ്ട് എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അതിനെ തുടർന്നുള്ള ഒരു MOU ഒപ്പിടാൻ വന്നപ്പോൾ നിങ്ങളെല്ലാം ചെയ്തു വെച്ചാണ്. ഞാനതൊരു കുറ്റാക്കി പറയല്ല. കാരണം ഈ മോണോസൈറ്റ് ക്രാക്കിങ്ങിൽ വേണ്ടി ടെൻഡർ വിളിച്ചു ഒരുപാട് പ്രപ്പോസൽ കിട്ടി. അതിൽ ഒന്നിൽ മിഡ് വെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു കമ്പനി ഉണ്ട്. അതൊരു പ്രൈവറ്റ് കമ്പനിയാണ്. ടെക്നോളജി അവരുടെ കയ്യിലേ ഉള്ളൂ. അപ്പോൾ അവർ ഫസ്റ്റ് റൈറ്റ് ആവശ്യപ്പെട്ടപ്പോൾ കൊടുക്കണോ കൊടുക്കണ്ടേ എന്ന് നോക്കി ബോർഡ് അത് പാസ്സാക്കി MOU സൈൻ ചെയ്യാൻ പോണ സമയത്താണ് ഇലക്ഷൻ വന്നത്. അത് അപ്പാടെ ഞങ്ങൾ കൈക്കൊണ്ട് വന്നിരിക്കുകയാണ്. നോക്കിയിട്ടേ ഇനി ചെയ്യുള്ളൂ, യാതൊരു സംശയവും വേണ്ട. കൈ കൊള്ളുന്ന ഒരു പരിപാടിക്കും നമ്മളില്ല. അതേപോലെ തന്നെ പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെ വിഷയം വന്നപ്പോൾ MOU സൈൻ ചെയ്യാൻ വന്നു. സത്യത്തിൽ PSUs ഉള്ളൂ. എന്നാലും ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒപ്പിടണ്ട, ഇതിൻ്റെ വിവാദമൊക്കെ കയ്യട്ടെന്ന് നല്ലോണം നോക്കിയിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചു. അപ്പോൾ ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു ഈ ഒപ്പം വേണ്ട, നല്ലോണം നോക്കിയിട്ട് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മാറ്റി വെച്ചിരിക്കുക. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, കരിമണൽ ഖനനം നടക്കൂല. അത് സ്വകാര്യ മേഖലയിൽ ഒട്ടും നടക്കൂല. ആലപ്പുഴ തീരം ഞങ്ങൾ തൊടൂല. ആ സംശയം വേണ്ട. അതിന് പറ്റിഞ്ഞ് വാർത്തകൾ ഉണ്ടാക്കണം. അതുപോലെ തന്നെ അടിഞ്ഞുകൂടുകയും പലതരത്തിൽ ഖനനം നടക്കുകയും ആരോപണം ഉണ്ടാവുകയും ചെയ്യുന്ന ആ സ്ഥലം തോട്ടപ്പള്ളി എൻ്റെ മണ്ഡലത്തിൽ അമ്പലപ്പുഴയാണ്. അടിസ്ഥാന ചോദ്യം ഞാൻ ചോദിച്ചതിരിക്കട്ടെ. അവിടെ കേന്ദ്ര ഗവൺമെൻറ് നമ്മൾ ചെയ്യുന്നില്ല, ശരി, കേന്ദ്ര ഗവൺമെൻറ് ചെയ്താലും അതിൻ്റെ ദോഷഫലം നമ്മളല്ലേ അനുഭവിക്കുക. പക്ഷേ തീരപ്രദേശങ്ങളെന്ന് പറയുന്നത് രാജ്യരക്ഷയുടെ കൂടി കാര്യമായിട്ട് കേന്ദ്രത്തിന് പ്രത്യേക റൈറ്റ് ഉണ്ട് അവിടെ. അപ്പോൾ സ്റ്റേറ്റിന് മേലെ അവർ ഓവർ റൈഡ് ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പോൾ അവിടെ കരിമണൽ പൊതുമേഖലയിലെങ്കിലും എടുക്കണമോ വേണ്ടേ, സ്വകാര്യ മേഖല ആവശ്യം. അതേപ്പറ്റി വിദഗ്ധന്മാരുടെ ഒരു പഠനം നടത്താൻ തയ്യാറാവുകയാണ് വേണ്ടത്. കഴിഞ്ഞ 10 വർഷം അവിടെ നടന്ന അഴിമതികളെപ്പറ്റി അന്വേഷിക്കാനും വിദഗ്ധ സമിതിയെ വെച്ച് എങ്ങനെ നമുക്കത് കൈകാര്യം ചെയ്യാം എന്ന് അന്വേഷിക്കാൻ അങ്ങ് തയ്യാറാകും. അല്ല സർ, തോട്ടപ്പള്ളിയിൽ നിന്ന് മണൽ പോകുന്ന വിഷയം ഒന്ന് വേറെയാണ്. അത് പിന്നെ അവിടെ അടിഞ്ഞുകൂടുന്ന മണൽ ഇറിഗേഷനും ബാക്കിയുള്ളതെല്ലാം കൂടി റിമൂവ് ചെയ്യുന്ന ഒരു സംഗതി വേറെ ഉണ്ട്. അതല്ലാതെ ഈ തീരദേശത്ത് പുതിയ പ്ലോട്ടുകൾ കണ്ടുപിടിച്ച് ഇനി ഖനനം ചെയ്യുന്നില്ല. അതൊക്കെ റിസർവ് ചെയ്ത പ്ലോട്ടുകളിലാണ്, അല്ലേ? റിസർവ് ചെയ്ത പ്ലോട്ടുകളിലാണ് ഇപ്പോൾ ഈ IRE പോലും ഖനനം നടത്തുന്നത്. ഇപ്പം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതികളൊന്നും പുതിയ ബ്ലോക്കോ പുതിയ സൈറ്റോ പുതിയ തീരോ പോയി ഖനനം ചെയ്യുന്ന പരിപാടിക്കല്ല. നേരെ മറിച്ച് വാല്യൂ അഡീഷൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ വന്ന മിനറൽ കോംപ്ലക്സിൽ വന്നത്. അത് ഒന്ന് ഈ പറഞ്ഞതുപോലെ മോണോസൈറ്റ് ക്രാക്കിംഗ്, അതിന് കുറേ സാധനങ്ങൾ കിട്ടും. അതിന് കിട്ടുന്ന സാധനങ്ങളുണ്ട് പെർമനൻറ്റ് മാഗ്നറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇലക്ട്രോണിക് സാധനങ്ങളുടെ മുഴുവൻ പിന്നെ റോ മെറ്റീരിയലാണ്. വേൾഡിൽ വലിയ ഡിമാൻഡാണ്. ചൈനക്കാണ് ഇപ്പോൾ അതിൻ്റെ കുത്തക. പിന്നെ ഒന്നുള്ളി നമുക്കാണ്. അപ്പോൾ PSUസിൻ്റെ സെൻട്രൽ PSUസിൻ്റെ ഒക്കെ സഹായത്തോടു കൂടി നമുക്ക് പെർമനൻറ്റ് മാഗ്നറ്റ് വികസിപ്പിച്ചെടുക്കാൻ പറ്റുമോ എന്ന് നോക്കാനാണ് കഴിഞ്ഞ ഗവൺമെൻറ് നോക്കിയത്. എന്ന് തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഈ പറഞ്ഞ മാതിരി എഗ്രിമെൻറ്റിലൊക്കെ ഇനി വല്ല കുഴപ്പങ്ങൾ ഒളിച്ചിരിപ്പുണ്ട് ഉണ്ടോ എന്ന് നോക്കി നല്ലോണം നോക്കി ഞങ്ങൾ ചെയ്യണം എന്നാണ്. ഇപ്പോൾ മിനറൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞത് ഈ വാല്യൂ അഡീഷനും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. തീരദേശത്ത് ഇനി മൈനിങ് എന്ന് പറഞ്ഞത് വളരെ സെൻസിറ്റീവാണ്. അതിൽ വല്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം. കാരണം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഉള്ള ബ്ലോക്കും ഉള്ള കരിമണലും അതുപോലെ തന്നെ അതിൻ്റെ അവശിഷ്ടങ്ങൾ കാലാകാലങ്ങളായി കുഴിച്ചിട്ടത്, അതിൽ നിന്ന് മോണോസൈറ്റ് ക്രാക്ക് ചെയ്ത് പുതിയ വാല്യൂ അഡീഷനൊക്കെ ചെയ്തത് വേറെ കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഏതായാലും തീരദേശത്തെ സെൻസിറ്റിവിറ്റി കണക്കിലെടുക്കാതെ ഒരു കാര്യം ചെയ്യൂല എന്ന് ഉറപ്പ് നൽകാൻ ഈ സന്ദർഭത്തിൽ ഞാൻ പിന്നെ ആഗ്രഹിക്കുക. സാർ, ഇവിടെ പറഞ്ഞതുപോലെ വ്യവസായ രംഗത്ത് നിക്ഷേപ രംഗത്ത് ഒരു വലിയ കുതിച്ചുചാട്ടത്തിന് പറ്റുന്നൊരു ഡോക്യുമെൻ്റ് ധനകാര്യമന്ത്രി ഇവിടെ മുഖ്യമന്ത്രി അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനെല്ലാവരുടെയും സഹകരണം വേണം എന്നാണ് പറയുന്നത്.